കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അമേരിക്കയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതെന്താണ് എന്ന് ലോക രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുകൾ ഏതാണ്? ആ പാസ്പോർട്ടുകളിൽ ഒന്ന് അമേരിക്കയുടേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യത്തെ 10 എണ്ണത്തിൽ പോലും അമേരിക്ക ഇല്ല, പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പാസ്പോർട്ടുകൾ വിലയിരുത്തുന്ന ഹൈ നോൾട്ട് പാസ്പോർട്ട് സൂചിക 2025 വഴി ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് ഏറ്റവും ശക്തമായതെന്നതിൻ്റെ ഒരു പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. പട്ടിക പ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടു. മുമ്പ് ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് ഇപ്പോൾ അതിൽ നിന്ന് പുറത്തായി. അതേസമയം ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്കിങ്ങും അതിൽ മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. പട്ടികയിൽ സിംഗപ്പൂരാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ, എന്നാൽ ഒരു പ്രത്യേക രാജ്യത്തേക്ക് യാത്ര ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് വിസ എടുക്കേണ്ടതില്ല എന്നാണ്. ഇത് വിലയിരുത്തി ഹെൻലി പട്ടിക പുറത്തിറക്കി. ആ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. അതായത് സിംഗപ്പൂർ പൗരന്മാർക്ക് വിസ ഇല്ലാതെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ളത് സൗത്ത് കൊറിയയാണ്. 3-ാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. 189 പോയിന്റുമാണ് ജപ്പാൻ എത്തിയിരിക്കുന്നത്. 4-ാം സ്ഥാനത്ത് ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ് എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങളുണ്ട്. 5-ാം സ്ഥാനത്ത് ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഇറാൻ, നെതർലാൻഡ്സ് എന്ന് പറയുന്ന 6 രാജ്യങ്ങളുണ്ട്. 6-ാം സ്ഥാനത്ത് ഗ്രീസ്, ഹംഗറി, ന്യൂസിലാൻഡ്, നോർവേ, പോർച്ചുഗൽ, സ്വീഡൻ എന്ന് പറയുന്ന 6 രാജ്യങ്ങളുണ്ട്. 7-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, ചെഹിയ, മാൾട്ട, പോളണ്ട് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. 8-ാം സ്ഥാനത്ത് ക്രൊയേഷ്യ, എസ്റ്റോണിയ, സ്ലൊവാക്കിയ, സ്ലൊവേനിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം അങ്ങനെയുള്ള പല രാജ്യങ്ങളുമുണ്ട്. 9-ാം സ്ഥാനത്ത് കാനഡയും 10-ാം സ്ഥാനത്ത് ലാറ്റ്വിയയും ലീഷൻസ്റ്റെയിനും ഉണ്ട് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്കിങ് താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ റാങ്കിങ് 5 പോയിന്റ് കുറഞ്ഞ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാസ്പോർട്ട് 80-ാം സ്ഥാനത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ 85-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. മുൻ റിപ്പോർട്ടിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്കിങ് 77-ാം സ്ഥാനത്തായിരുന്നു. അതേസമയം ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെ 57 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചൈനയുടെ പാസ്പോർട്ടിൻ്റെ റാങ്കിങ് ഗണ്യമായി മെച്ചപ്പെട്ടു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ചൈനീസ് പാസ്പോർട്ടിൻ്റെ റാങ്കിങ് 94ആയിരുന്നു, അതായത് ഇന്ത്യക്കും പിറകിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 64-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാവുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.